ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 69ാമത്തെ ദിവസമാണ് ഇന്ന് കഴിഞ്ഞത്. ബിഗ് ബോസിന്റെ റിവ്യൂ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ദേവ് സ്റ്റോക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ 520 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം 500 സബ്സ്ക്രൈബേഴ്സ് അത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഉള്ള സമയം വെച്ചിട്ട് ഒക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് പബ്ലിക്കലി ഉള്ള ടോപ്പിക് എടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസ് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, എല്ലാവരോടും ഞാൻ അതിൻ്റെ നന്ദി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും. ഞാൻ ആരോടും ഇതുവരെയും ഒരു വീഡിയോയിൽ പോലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാതെ തന്നെയാണ് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ ഇനിയും ഈ ചാനൽ മുന്നോട്ട് പോകണം. നമുക്ക് കിട്ടുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ശരിക്കും കുറേ ഇമോഷണൽ സംഭവങ്ങൾ കടന്നുപോയ ഒരു എപ്പിസോഡായിരുന്നു. ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും, കുറേയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ മോർണിംഗ് സോങ്ങോട് കൂടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് ഉരുളും തളിക എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊടുത്തു കണ്ടസ്റ്റൻസിന്. മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലത്തെ ആ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ 12:30 മണി മുതലുള്ള കാര്യങ്ങളാണ് കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ലൈവും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷേ രാവിലെ കുറച്ചു നേരം ലൈവ് കണ്ടപ്പോൾ അപ്സരയുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതായത് ഹോട്ട്സ്റ്റാറിന്റെ ഫാൻ കോൺടെസ്റ്റ് സംബന്ധിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്സരയാണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അതായത് അന്യൻ, അമ്പി, റമോ ഈ 3 രീതിയിൽ സ്വഭാവം മാറ്റുക, ഹൗസിനകത്തുള്ള ആളുകളോട് പെരുമാറുക. അപ്പോൾ അത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്സരയാണ് ഇന്ന് ചെയ്തത്. പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം അപ്സരയാണ് ആ ആക്ടിവിറ്റി ചെയ്ത് വളരെ രസകരമായിട്ട് എല്ലാവരുടെയും അടുത്ത് പോയിട്ട് അപ്സര വളരെ രസകരമായിട്ട് ആ ആക്ട് കംപ്ലീറ്റ് ചെയ്തു. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഉരുളും തളിക എന്ന് പറഞ്ഞിട്ട്. ഉരുളും തളിക എന്ന് പറയുന്ന ടാസ്ക് ഈ ടീമുകൾ 4 ടീമുകളുണ്ട്. 4 ടീമിൽ ഓരോ ടീമുകളായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ വന്നിട്ട് അതിലൊരു ജഡ്ജ് ഉണ്ടാവും. 2 കയ്യിലായിട്ട് 2 പ്ലേറ്റ് ഉണ്ടാവും. ആ പ്ലേറ്റിൽ ഓരോ മുട്ട വെക്കണം. എന്നിട്ട് നടന്ന് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ അകത്ത് കൊണ്ട് ഈ മുട്ട നിക്ഷേപിക്കണം. പക്ഷേ ഈ നടക്കുന്ന വഴിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഖണ്ഡിച്ച് വേണം മുട്ട കൊണ്ട് അവിടെ ഇടാനായിട്ട്. 2 ടീം വിജയിക്കുകയുണ്ടായി. 4 മുട്ടകൾ അവർ നിക്ഷേപിച്ചുകൊണ്ട് 2 ടീം വിജയിച്ചു. ആ കോൺടെസ്റ്റിൽ ആ ടാസ്കിൽ വിജയിച്ചത് ടണലും ഡെന്നുമാണ്. 2 ടീമും വളരെ രസകരമായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ടണൽ ടീം അപ്സരയുടെ ടീമാണ്. അപ്പോൾ അവര് സിജോയും ജാസ്മിനുമായിട്ട്, അതിന്റെ വിധികർത്താവ് എന്ന് പറയുന്നത് ജാസ്മിൻ ആയിരുന്നു. ജാസ്മിനും സിജോയുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് മുൻപ് തന്നെ ഈ വിധികർത്താക്കൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഏത് ടീമിനെ വിടണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ സംസാരിച്ച് സോൾവ് ചെയ്ത് ലാസ്റ്റ് വിന്നേഴ്സായിട്ട് ഡെന്നും ടണലുമാണ് വന്നത്. അതിനുശേഷം അപ്സരയുടെ അമ്മ വളരെ സ്നേഹമുള്ളൊരു അമ്മ. ശരിക്കും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അമ്മേനെ കാണാനും. ആ അമ്മയുടെ പെരുമാറ്റമായാലും അതിലേറ്റവും ഇമോഷണൽ ഒരു കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അഭിഷേകിന്റെ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ അഭിഷേകിന്റെ ആ കത്ത് വായിച്ചോടുകൂടി എല്ലാവർക്കും അഭിഷേകിനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്. വരുന്ന അമ്മമാരെല്ലാം അത് കാണിക്കുന്നുണ്ട്. ഇന്ന് അപ്സരയുടെ അമ്മ വന്നിട്ട് എല്ലാവരെയും ഹഗ് ചെയ്ത് അമ്മ വന്നു മക്കളെ എന്ന് പറഞ്ഞിട്ട് അഭിഷേകിന്റെ അടുത്ത് പോയിട്ട് ഹഗ് ചെയ്യുന്നതോടൊപ്പം അമ്മ വന്നു മക്കളെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ശരിക്കും നമ്മുടെ മനസ്സിനെ എന്താ പറയാ വല്ലാണ്ട് ഫീൽ ചെയ്യുന്ന ഒരു വാക്കാണത്. അഭിഷേക് വികാരങ്ങളൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അത്രയും ഇമോഷണലി നമുക്ക് ഹോണ്ട് ചെയ്യുന്ന രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞു പോയത്. അത് കഴിഞ്ഞിട്ട് അപ്സരയുടെ അമ്മ എല്ലാവരോടും ഭയങ്കര രസകരമായിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കരമായിട്ട് ജെല്ലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അർജുന്റെ അമ്മയെ പോലെയും അതുപോലെ അൻസിബയുടെ അമ്മയെ പോലെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ജെല്ലായി. അപ്സരയുടെ അമ്മ വന്നപ്പോൾ തന്നെ അപ്സര പറയുന്നുണ്ടായിരുന്നു ആൽബി ചേട്ടൻ എവിടെ പറയുന്നുണ്ടായിരുന്നു. അതായത് അപ്സരയുടെ ഹസ്ബൻഡ്. അപ്പോൾ അമ്മ പറയുന്നു വന്നില്ല, ഷൂട്ടിലാണ്. പുള്ളിക്കാരൻ ഒരു ഷോ ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ ഷൂട്ടിലാണ്, അതുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അപ്സരയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ സത്യം പറയാം, എന്നെ കൊണ്ട് സത്യം ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് അവിടെ പെട്ടൊരവസ്ഥയാണ്. അമ്മയ്ക്ക് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയായിപ്പോയി. പക്ഷെ നിന്നാണ് എന്ന് മാത്രം പറഞ്ഞു. സത്യം എന്നോ അല്ലെങ്കിൽ മാറ്റർ എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല, നിന്നാണ് എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരാളിങ്ങനെ ഓടി വരുന്നു. മാസ്ക് ഒക്കെ ഇട്ട് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഓടി വരുന്നു. പിന്നാലെ വേറൊരാൾ അയാളെ പിടിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ നന്ദനയും നോറയൊക്കെ വല്ലാണ്ട് പേടിച്ചു പോയി. നന്ദന പേടിച്ച് മാറി നിൽക്കുന്നു. നോറ പുള്ളിക്കാരൻ അടുത്ത് എത്തിയിട്ട് ആന്നാക്കിയപ്പോൾ നോറ തിരിച്ചും അതുപോലെ ആന്നാക്കി. അപ്പോൾ അങ്ങനെ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തു. അപ്പോഴേക്കും അപ്സര അകത്തുനിന്ന് ഓടി വന്നു. റൂമിനകത്ത് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്സര ഓടി വന്നപ്പം ആൽബിച്ചേട്ടൻ നേരെ ഓടി വന്ന് അപ്സരയെ അങ്ങനെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. അപ്പോൾ അപ്സര ഈ കാര്യം മനസ്സിലായി. പിന്നെ അങ്ങോട്ട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും ആൽബിച്ചേട്ടനാണ് ബിഗ് ബോസിലേക്ക് വരേണ്ടത് തോന്നി. അത്രയും തഗ്ഗടിക്കുന്ന ഒരു മനുഷ്യൻ, എന്റെ ദൈവം, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അടുത്തൊരു പാട്ട് കേൾക്കുകയാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോർ തുറക്കുന്നു. നമ്മുടെ
സ്നേഹ ഇറങ്ങി വരുന്നു. സായിയുടെ വൈഫ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് സ്നേഹ കാണാനായിട്ട്. സാധാരണ നമ്മൾ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിനകത്ത്, യൂട്യൂബ് ചാനലിനകത്ത് കാണുന്ന സ്നേഹ, ആ ഒരു സ്നേഹയുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്ക്, ഒരു രസമായിട്ട് ഉണ്ട് സ്നേഹ ആ ഒരു അപ്പിയറൻസ് കാണാനായിട്ട്. അപ്പോൾ സ്നേഹ ഇറങ്ങി വരുന്നു. സായിക്ക് ഒരു ചമ്മൽ. സായി സ്നേഹയെ കണ്ടപ്പോൾ തന്നെ തലയ്ക്ക് കൈ വെച്ചു. ദൈവമേ പെട്ടു. സ്നേഹ വന്നു. എല്ലാവരും നിർബന്ധിച്ച് സായിയെ കൊണ്ട് സ്നേഹനെ കെട്ടിപ്പിടിപ്പിച്ചു, മുത്തം കൊടുപ്പിച്ചു. അതൊക്കെ ഞാനതാ പറഞ്ഞത്, ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഒരിക്കലും കണ്ണിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. അത്രയും രസകരമായ ഒരു മൊമെന്റ് ആയിരുന്നു. അതും ലൈവിൽ കാണിച്ചൊരു കാര്യവും എപ്പിസോഡിൽ കാണിക്കാത്തൊരു കാര്യവുമാണ്. സായി ഏറ്റവും കൂടുതൽ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരാളാണ്. സായിയുടെ വീട്ടിൽ ഒരുപാട് നായ്ക്കളുണ്ടെന്ന് സായി പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നായ മരിച്ചുപോയി. ഞാൻ മരിച്ചുപോയി എന്ന് പറയാൻ, സാധാരണ നായ്ക്കൾ ചത്തുപോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനും ഒരു നായ്പ്രേമിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നായ ചത്തുപോയി അല്ലെങ്കിൽ പട്ടി ചത്തുപോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനത് പറയാറില്ല. നായ മരിച്ചുപോയി എന്നാണ് ഞാനും പറയുന്നത്. സായിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നായയായിരുന്നു അത്. സ്നേഹം വന്നിട്ട് പറയാതിരിക്കുകയാണ്. പക്ഷെ സായി അങ്ങോട്ട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചു സ്നേഹം കൊണ്ട് പറയിപ്പിച്ചു. കുറേ നേരത്തേക്ക് സായിയുടെ മൈൻഡ് വല്ലാണ്ട് ഡൗൺ ആയി. വല്ലാണ്ട് വല്ലാണ്ട് അവിടെയാണ് ഞാൻ സ്നേഹ എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഡൗൺ ആയിരുന്ന സമയത്ത് സ്നേഹ പലപ്പോഴും സായി നീ മാറിപ്പോ ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും സായിയെ വിടാതെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ് സ്നേഹ കാണിച്ചു. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഭാര്യയാണ് സായിക്ക് കിട്ടിയെന്നുള്ളത് ആ ഒരൊറ്റ ഇൻസിഡന്റിൽ നമുക്ക് മനസ്സിലാക്കാം. അതൊരിക്കലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഒരു അഭിനയമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത്രയും ബോണ്ടിങ് ഉണ്ട് സ്നേഹയും സായിയും തമ്മിൽ. സായിയും സ്നേഹയും തമ്മിൽ സംസാരിക്കുന്നു അവരുടെ വീട്ടിലെ കാര്യങ്ങൾ. അതിനുശേഷം ഇവർ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു. ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോൾ നേരെ വീഡിയോ പ്ലേ ആവാണ് സായിയുടെ അച്ഛൻ. അത് കണ്ടപ്പോഴും നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്ന ഒരു രംഗമാണ്. കാരണം വർഷങ്ങളായിട്ട് അച്ഛനോട് സംസാരിക്കാതിരിക്കുന്നൊരു മകൻ. ഇപ്പോൾ അത് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കാരണം ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് വർഷങ്ങളായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 വർഷമായി ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതേപോലെയാണ്. ഇവിടെ വർഷങ്ങളായിട്ട് അച്ഛനോട് സംസാരിക്കുന്നില്ല. അച്ഛനെന്ന് പറയുന്നത് സായി കാണുന്നത് ഒരു ATM പോലെയാണ്. കാര്യങ്ങൾ നേടിയെടുക്കാൻ, കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെയാണ് അച്ഛനെ കണ്ടിട്ടുള്ളത്. അത് സായി തന്നെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ അച്ഛനെ വല്ലപ്പോഴും മാത്രമേ സായിക്ക് കാണാൻ കിട്ടുള്ളൂ. അച്ഛൻ പുറത്താണ്, ഗൾഫിലാണ്, വല്ലപ്പോഴും മാത്രമേ കാണാൻ കിട്ടുള്ളൂ. അച്ഛനോടൊക്കെ സംസാരിക്കാൻ പറ്റാത്തൊരു മകൻ ഇന്ന് അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു മാനസിക അന്തരം അവിടെ അവസാനിച്ചു. ഒരു പ്രശ്നമില്ല, അച്ഛനോട് ഹാപ്പിയാണ്, മോൻ നന്നായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അച്ഛൻ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സീനും നമുക്കിന്ന് കാണാൻ പറ്റി. സോ ബിഗ് ബോസ് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഫാമിലി, ശിഥിലമായി പോയ ഫാമിലി ഒരുമിക്കാൻ ബിഗ് ബോസ് സഹായിക്കുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവുകൾ ആളുകൾ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് പോസിറ്റിവിറ്റികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ഇത്തരം കുറേ മൊമെന്റ്സ് നമുക്ക് ബിഗ് ബോസിലൂടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ ഫാമിലി എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിഗ് ബോസിൽ കൂടി. അപ്പോൾ സായി അച്ഛനോട് സോറി ഒക്കെ പറഞ്ഞു. കാരണം ഇത്രയും നാൾ അച്ഛനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ATM ആയിട്ട് മാത്രം കണ്ടുപോയി, അല്ലെങ്കിൽ അച്ഛനോടൊന്നും തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ സായി അച്ഛനോട് സോറി പറഞ്ഞു. സ്നേഹ സായിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അച്ഛൻ ബൈ പറഞ്ഞപ്പോഴേക്കും സായി ബൈ പറയാൻ അവിടെയും സായിക്ക് ഒരു മടി വരുന്നുണ്ട്. പക്ഷേ സ്നേഹ നിർബന്ധിച്ച് സായി കൊണ്ട് ബൈ പറയിപ്പിച്ചു. ഒരു സപ്പോർട്ടിങ് ഹാൻഡ് ആയിട്ട് സ്നേഹ എന്നും സായിയുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു ടാസ്ക് ആണ്, സ്പോൺസർ ടാസ്ക് ആണ്. കുക്കീസ് ബിസ്ക്കറ്റിന്റെ ടാസ്ക് ആണ്. അപ്പോൾ ആ ടാസ്കിൽ 3 ടാസ്കുകളാണ് ഉള്ളത്. 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് 3 ടാസ്ക് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് മേളിലേക്ക് എറിയുക, വായ കൊണ്ട് മാത്രം അത് പിടിക്കുക, ക്യാച്ച് ചെയ്യുക, അത് കഴിക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പൈപ്പ് ഉണ്ടാവും. ഈ പൈപ്പിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ബിസ്ക്കറ്റ് ഉരുട്ടി വിടുക. താഴത്തെ അറ്റത്ത് ഒരാൾ നിന്ന് ആ ബിസ്ക്കറ്റ് കടിച്ചെടുത്ത് കഴിക്കുക. മൂന്നാമത്തെ ടാസ്ക് ഒരു ബലൂൺ ഉണ്ടാവും. ആ ബലൂൺ മേളിലേക്ക് എറിഞ്ഞിട്ട് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ കുറേ അധികം ബിസ്ക്കറ്റ് ഉണ്ടാവും. അതിനകത്ത് ചോക്ലേറ്റ് കുക്കീസ് മാത്രം കളക്ട് ചെയ്യുക. ഈ ബലൂൺ താഴെ വീഴാതെ തന്നെ ബലൂൺ തട്ടി കുക്കീസ് കളക്ട് ചെയ്യുക. A ടീം B ടീം അങ്ങനെ 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 പേര് വെച്ച് 3 ജഡ്ജസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ A ടീമാണ് ഇന്നത് ആ ടാസ്കിൽ വിജയിച്ചത്. അപ്പോൾ ഈ ടാസ്കിൽ വിജയിച്ച വ്യക്തികൾക്ക് ചോക്ലേറ്റ് കുക്കീസിന്റെ സമ്മാനം ഉണ്ടായിരുന്നു. ഈ സമ്മാനം കൊടുത്തതിന് ശേഷം സായിയുടെയും അപ്സരയുടെയും ഫാമിലി എല്ലാവരും തിരിച്ചു പോയി. സോ അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ശരിക്കും മനസ്സിന് ഒരുപാട് ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന മൊമെന്റ്സ് കടന്നുപോയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. കഴിഞ്ഞ കുറേയധികം ആഴ്ചകളായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് മോശം കാര്യങ്ങൾ സംഭവിച്ച സീസൺ ആണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു ഫാമിലി വീക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനസ്സിനെ ടച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ച ഒരു വീക്ക് തന്നെയാണ്. അപ്പോൾ നാളെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡൊക്കെയാണ് ശനിയാഴ്ച. സോ എന്താകും, ഏതാവും, ആരൊക്കെയാണ് എവിക്റ്റ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദേവ് സ്റ്റോക്സിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബാക്കി നാളെ കാണാം.